ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷനാണ് നടക്കുന്നത്. ഈ ആഴ്ചയിലെ ടാസ്കുകളിലും മറ്റു പൊതുവായ പ്രവർത്തനങ്ങളിലും വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3 പേരെയാണ് ഇത്തവണ ജയിൽ നോമിനേഷന് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായി തെരഞ്ഞെടുത്ത ജിസേൽ, ആര്യൻ, അഭിലാഷ് ഇവരെ ജയിൽ നോമിനേഷനായിട്ട് തെരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോ മത്സരാർത്ഥികളും 2 പേരെ വീതം പറയുക. അതിൽ നിന്നും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്ത 3 പേരെ ആയിരിക്കും ഇപ്രാവശ്യത്തെ ജയിൽ നോമിനേഷനിൽ വരിക. അങ്ങനെ മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് നോമിനേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയത് രേണു, നെവിൻ, സരിക ഇവർക്ക് 3 പേർക്കുമാണ്. നെവിന്റെ പേര് പറയാനായിട്ടുള്ള കാരണം നെവിന് തീരെ സീരിയസ്നെസ് ഇല്ല, പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കില്ല, തക്കാളിയെല്ലാം കട്ട് തിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നെവിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. രേണുവിനെ നോമിനേറ്റ് ചെയ്ത ടാസ്കുകളിലൊന്നും തീരെ പെർഫോം ചെയ്യുന്നില്ല, തീരെ ആക്റ്റീവ് അല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് രേണുവിനെ അവിടെ നോമിനേറ്റ് ചെയ്യുന്നത്. സരികയെ നോമിനേറ്റ് ചെയ്യുന്നത് സരിക ഇവിടെ തീരെ ആക്റ്റീവായിട്ട് കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സരികയെ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ ഇവർ 3 പേരെയുമാണ് ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്തത്. എന്നാൽ ഇവർ 3 പേരും ജയിലിൽ പോകുന്നില്ല, 2 പേരാണ് പോവുക. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവർക്ക് 3 പേർക്കുമായിട്ടൊരു ടാസ്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഒരു ടാസ്കിൽ വിജയിക്കുന്നവർ ജയിൽ നോമിനേഷനിൽ നിന്നും മുക്തി നേടും. ആരായിരിക്കും ജയിലിൽ പോവാതെ രക്ഷപ്പെടുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ടാസ്ക് എന്തായാലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ഓട്സ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.